നമസ്കാരം. റിയൽ ടേസ്റ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു ഉഗ്ര സാധനമാണ് കേട്ടോ, ബീഫ് കൊണ്ടുള്ള ഒരു കിടിലൻ ഫ്രൈ. അപ്പോൾ നമുക്കിത് നേരെ പാചകത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഷെഫിനെ ഒന്ന് പരിചയപ്പെടുത്താം. കൊല്ലം നിലമേലുള്ള രാജ് റീജൻസിയിലെ മെയിൻ ഷെഫാണ് പ്രദീപ്. തിരുവനന്തപുരം സ്വദേശിയാണ് പ്രദീപ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് ഐറ്റംസ് ആണ് ചെയ്യുന്നത്? നമുക്കൊരു ബീഫ് പെപ്പർ ഫ്രൈ ചെയ്യാം. ബീഫിനകത്ത് എന്ത് നമ്മുടെ ഇവിടെ ആയിട്ട് നല്ല മൂവിങ് ഉള്ള ഡിഷാണ്. സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. പിന്നെ സ്പൈസി ആണെങ്കിലും ഓവർ സ്പൈസി ലെസ് സ്പൈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് പെപ്പർ ഫ്രൈ ആണ്. ഓക്കെ, തേങ്ങ കൊത്തൊക്കെ ഇട്ട് നാടൻ പക്ക നാടനായിട്ടുള്ള ഡിഷാണ്. നല്ല നാടൻ. ഇവിടെ നാടൻ പറ്റുന്ന കളിയുള്ളൂ. നാടനാണ് നമുക്ക് നല്ല റണ്ണിങ് ആണ്, നല്ല മൂവിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തേങ്ങ കൊത്തൊക്കെ ഇട്ട് തേങ്ങയെ കുരുവിനെ അരിഞ്ഞ് നല്ല സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. കത്തിക്കാം. ഓക്കെ, കത്തിര്. അപ്പം ഇത് എന്തെണ്ണ എടുക്കുന്നത്? നമ്മളെ കോക്കനട്ട്, നമ്മളെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ. അതെ, പറയണേ. ഒഴിച്ചിട്ടോ. ഓക്കെ, ഇത് ചൂടാവിയൊന്നും വേണ്ട, മതി. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നമുക്ക് മെയിനായിട്ടെന്ന് പറയുമ്പോൾ തേങ്ങ കൊത്താണ്. തേങ്ങ കൊത്ത് ആദ്യം ഫസ്റ്റ് തേങ്ങ കൊത്ത്, പിന്നെ സ്ലൈസ് ചെയ്ത സവാള, ഒണിയൻ, പിന്നെ ഇഞ്ചർ ഗാർലിക്ക്, പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, ഡ്രൈ ചില്ലി. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ബീഫ്. അപ്പോൾ നമ്മൾ ബീഫ് എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. ബീഫ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു 4-5 വിസിലാകുമ്പോഴത്തേന് ബീഫ് ആവും. നമുക്ക് അത്ര ടൈം എടുക്കും കുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ബീഫ് നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിച്ചിട്ട് തേങ്ങ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ റെഡിയാക്കി തേങ്ങ കൊത്തൊക്കെ സെറ്റാക്കി അല്ല കൊനുവിനെ അരിഞ്ഞൊക്കെ വെച്ചേക്കുക. അല്ലെങ്കിൽ നമ്മൾ സത്യം പറയുന്നത് കാണുമ്പോഴേ നമുക്ക് ഇങ്ങനെ വീട്ടിലായാലും അത്ര മതിയോ? കുറച്ചുകൂടെ കിട്ടും. ചുമ്മാ ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ തിന്നാൻ തോന്നുന്നത്. വീട്ടിൽ തേങ്ങ ആകുമ്പോൾ തിരുവിക്കൊണ്ടിരുന്നാലും ഇടയ്ക്കൂടെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അടിയൊക്കെ കിട്ടും അല്ലേ? അതൊക്കെ ഒരു സുഖമല്ലേ? അങ്ങനെ അടി കിട്ടിട്ടുണ്ടോ? അടി കിട്ടിയിട്ടുണ്ട്. മീൻ കിട്ടിട്ടുണ്ട്, ചേട്ടോ ചെറിയ കിട്ടിട്ടുണ്ട്. ഓ, നമ്മുടെ തുടുപ്പ് വെച്ചൊക്കെ, പിന്നെ കപ്പയുടെ തുടുപ്പൊക്കെ വെച്ചേ അങ്ങനെ കിട്ടും. കുരുത്തക്കട ഉണ്ടായിരുന്നു. ആ, ഒരു കുരുത്തക്കട ഉള്ളായിരുന്നു. കുരുത്തക്കട്ട സത്യം പറയാല്ലേ, ഈ തേങ്ങയൊക്കെ വറുത്തിട്ട് ഈ നമ്മുടെ ബീഫ് കറിക്കകത്തൊക്കെ വരുമ്പോഴേ അതൊരു വേറെ ടേസ്റ്റ് അല്ലേ? ലെവല് വേറെ ആവും. അറിയാതെ നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ നല്ലൊരു ഇത് നല്ല ബ്രൗൺ ആവണം. ഇച്ചിരി കുക്കാവാൻ താമസമുള്ളത്. ബ്രൗൺ ആയിട്ട് നല്ല ഹീറ്റ് ആണെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത് ആഡ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേന് ഇപ്പം ബ്രൗൺ ആയി. ഇതിൽ നമ്മൾ നമ്മുടെ വാട്ടിലുമുള്ളൂ ഡ്രൈ ചില്ലി കുറച്ചിടുക. കറിവേപ്പില. അടുത്തായി ഇഞ്ചി വെളുത്തുള്ളി. ഓക്കെ, അതാ ഇഞ്ചി വെളുത്തുള്ളി. അടുത്ത ഇഞ്ചി ഇതൊക്കെ ഇട്ട് നല്ല രീതിക്കൊന്ന് സോട്ട് ചെയ്യാം. നല്ല രീതിക്കൊന്ന് സോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു സോട്ടായിട്ടുണ്ട്. ഓക്കെ, ഇതിലോട്ട് നമ്മളത് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാള കുറച്ച് ചേർക്കുക. ഓക്കെ, അതെടുത്തായി അരിഞ്ഞ് സ്ലൈസ് ചെയ്ത സവാള. അപ്പോൾ നമ്മുടെ ഇതിനിടാൻ വേണ്ടി നല്ലപോലെ നല്ല റൗണ്ടായിട്ടല്ല കട്ടി വെച്ചിട്ടോ? ഇത്ര ഇതിലുള്ള തീർച്ചയായിട്ടും. ഇത് എത്ര സവാള ഉണ്ടോ? രണ്ടെണ്ണോ? ഇതിൽ നമുക്ക് ഒറ്റ സവാള സ്ലൈസ് ഫൈനായിട്ട് സ്ലൈസ് ചെയ്യുക. അതിലോട്ട് കുറച്ച് ഗ്രീൻ ചില്ലി കുറച്ച് ഇനിയാണോ അല്ലേ? കേട്ടോ പറയണേ.
ഓക്കെ മതി ഓക്കെ ഇതൊന്ന് ബ്രൗണായിട്ട് ബ്രൗണാവണം. ഇത് ഇച്ചിരി പൊക്കി അടിക്കാനേ പറ്റുമോ? അത് നമുക്ക് എന്താ അപ്പോൾ നമുക്ക് ഈ വറ്റലുമുളക് 2-3 അധികം വെള്ളം ഇടുക ചെയ്യാം. എങ്ങനെ വേണോ നമ്മുടെ സൗകര്യം പോലെ വറ്റൽമുളകോ എന്ത് വേണോ ഓക്കെ. അത് നല്ല വയറ്റ് എടുക്കുക. നല്ല ബ്രൗൺ ആവണം. നല്ല ബ്രൗൺ കളറായിട്ട്. അതിരിക്കട്ടെ, ഈ എത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? ഒരു 10-15 വർഷത്തെ? നമ്മളൊരു 14 വർഷത്തിന് മുമ്പോട്ടായി ഓട്ടോ ഫീൽഡിൽ. 14 വർഷത്തിൽ കൂടുതലായി. നമ്മുടെ ഈ രാജ്യം വിട്ട് പോയിട്ടുണ്ടോ പാചകമായിട്ട്? ഇല്ല ഞാൻ പുറത്ത് അങ്ങനെ പോയിട്ടില്ല. പോകാൻ താല്പര്യമുണ്ടോ? താല്പര്യമൊക്കെ ഒന്നും. പിന്നെ അത്യാവശ്യം പിന്നെ നല്ല പാക്കേജിങ് കാര്യങ്ങൾ ഇപ്പം തന്നെ ഓൾറെഡി കേരളത്തിലായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പം പോകേണ്ടി വന്നിട്ടില്ല. നാട്ടിൽ തന്നെ ഇവിടെ തന്നെ ട്രിവാൻഡ്രത്തായാലും ശരി, നമ്മുടെ ഈ കൊല്ലം ജില്ലയിലും ശരി കുഴപ്പമില്ല. അത്യാവശ്യം നല്ല പാക്കേജും നല്ലൊരു ആംബിയൻസ് ഉണ്ട്. നമുക്ക് അക്കോമഡേഷൻ എല്ലാം പോയിട്ടാണ്. തിരുവനന്തപുരത്തിന്റെ സ്വന്തം പുത്രനാണ്. അതെ, തിരുവനന്തപുരക്കാരനാണ്. നമ്മുടെ ഗ്രാമപ്രദേശമാണ് ഇപ്പം താമസിക്കുന്നത്. അതായത് പാങ്ങോട് പഞ്ചായത്തിൽ ഭരതന്നൂർ എന്ന് പറയും ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് ഇപ്പം താമസിക്കുന്നത്. പഠിച്ചതെല്ലാം അങ്ങോട്ട് വേണ്ടത് ഫേമസിലൊക്കെ ആവുന്നുണ്ട്. അത്യാവശ്യം മാമൻ്റെ വീടാണ്. അവിടെ അങ്ങനെ ബാക്കിയുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്, ഇവിടെ മാറിയത്. അപ്പം നമുക്ക് ഇവിടെ ഈ രാജിൽ വന്നിട്ട് 2 വർഷമായി. 2 വർഷം. ഇപ്പോൾ രാജിൽ വരുന്ന ഈ കസ്റ്റമേഴ്സൊക്കെ, ഇവിടുത്തെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ എന്താ പറയുക, നമ്മുടെ അതിഥികളൊക്കെ വന്ന് ആവശ്യപ്പെടുന്ന ഒരു ഫ്രഷ് ഈ ബീഫിൻ്റെ ഐറ്റമാണ്. ബീഫിൻ്റെ പെപ്പറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. ബീഫ് പെപ്പർ ഫ്രൈ ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇതിൻ്റെ തന്നെ ഡ്രാഗൺ ബീഫും പോകുന്നുണ്ട്. പിന്നെ ബീഫ് ഫ്രൈ അങ്ങനത്തെ. പിന്നെ നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് കറി, ബീഫ് മസാല, അങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മസാല ചേർക്കാം. എന്തൊക്കെ മസാല ചേർക്കുന്നത്? മസാല എന്ന് പറയുമ്പോൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി കുറച്ച് നമ്മൾ ചേർക്കുക. മതി, കുറച്ച് മതി. നമ്മൾ ഒരു പോർഷൻ അടിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് മല്ലിപ്പൊടി 1 സ്പൂൺ നമുക്ക് ഇടുക. നേരത്തെ മുളക് പൊടി. അത് എരിവാണെങ്കിൽ കൂട്ടാം. കാശ്മീരി ആണെങ്കിൽ ഇടാം. മുളക് പെപ്പർ അല്ല സാധാ ചില്ലി ആണെങ്കിൽ ഇടാം. അടുത്തായിടുന്നത് നമ്മുടെ കുരുമുളക് ശ്രദ്ധിച്ചുകൊണ്ട് ഇടാം. നമ്മൾ സ്പൈസി കയറി നിൽക്കും. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് ഇടാം. വേണമെന്നുള്ളവർക്ക് ഇടാം. ഓക്കെ, ഇത്ര എല്ലാം ഇതായിട്ടുണ്ട്. ഗരം മസാല കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. അതായത് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുക. ഓക്കെ, മസാല ഒരു സോട്ടായിട്ടുണ്ട്. അതിലായിട്ട് നമുക്ക് അടുത്തായി നമ്മുടെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച ബീഫ്. ഇവിടെ ബീഫ് ഏകദേശം നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുക അല്ലയോ? ഇനി അത് ഇതിൽ ഇടുക. അപ്പോൾ ഇത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ? നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടിയും ശകലം ബ്ലാക്ക് പെപ്പറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുക്കർ എന്നിട്ട് നല്ല ഇരിക്കുന്നു. ഒരു 4-5 വിസിലാകുമ്പോഴത്തേന് സെറ്റാക്കി എടുത്തേക്കുക. അപ്പോൾ ഇനി ഇത് തട്ടാം. ബീഫ് മുതലിട്ടോ. കേട്ടോ? ഓക്കെ, ഇട്ടോളൂ. ഫുള്ളിട്ടെ? ഫുള്ളിട്ടോളൂ. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ ബീഫ് പെപ്പർ ഫ്രൈ അല്ല, നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നന്നായിട്ട് ഇളക്കം റെഡി ആവട്ടെ. ഒന്ന് കുറച്ചുകൂടെ ആവട്ടെ സാധനം. പിന്നെ ഉപ്പൊക്കെ നോക്കിയാൽ പോരെ. ഇതിപ്പോൾ നമുക്ക് എത്ര പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്? ഇപ്പോൾ 2 പേർക്ക്
അത്രേ ഉള്ളൂ. സ്റ്റാർട്ടറായിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റിയ സാധനം. സൈഡായിട്ട് സ്റ്റാർട്ടറായിട്ടും കഴിക്കാം. ഡ്രൈ ആയതുകൊണ്ട് 2 പേർക്കും 3 പേർക്കും കഴിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ടച്ചിങ്സിനൊക്കെ ശരിക്കും ടച്ചിങ്സിനൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള സാധനവും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇതിന് ആളുകളൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചുമ്മാ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ബാർ ഹോട്ടലിലൂടെ ആയതുകൊണ്ട് കൂടുതൽ നമുക്ക് ഇവിടുന്ന് പോകുന്നൊരു വിഭവം കൂടെ അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അപ്പോൾ നമ്മുടെ ഈ ബീഫ് പെപ്പർ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണിതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു കൊടുത്താലോ? അപ്പം എന്തൊക്കെയാണ് പറഞ്ഞു കേൾക്കട്ടെ. നമുക്ക് ആദ്യമായിട്ട് ഇതിൽ ചേർക്കാന്ന് പറയുമ്പോഴത്തേനും കോക്കനട്ട് ഓയിലാണ് കുക്ക് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിൽ നമുക്ക് നമ്മുടെ കോക്കനട്ട്, അതായത് ചോപ്പ് ചെയ്ത് വെച്ച കോക്കനട്ട് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക്ക് ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ചില്ലിയും വറ്റൽമുളകും കരിവേപ്പില ഇട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ചോപ്പ് ചെയ്ത സവാളയും സ്ലൈസ് ചെയ്ത സവാളയും കൂടെ ഇട്ട് ഭംഗിയായിട്ട് സോട്ട് ചെയ്യുക. നല്ല സോട്ടാകുന്ന സമയത്തിന് നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മസാല ചേർക്കാം. സൗത്ത് ഇന്ത്യൻ മസാല, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അത് ഹോൾ സ്പൈസസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം ഓൾറെഡി പൊടിച്ച് വെച്ച്. പിന്നെ സോൾട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് സോൾട്ട് കൂടെ ചേർത്ത് നല്ല രീതിക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. ഡ്രൈ ആണ് സംഭവം, ഒന്നുമില്ല, നല്ല പക്ക ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനമാണ്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നല്ല അതെല്ലാം നമുക്കറിയാം. കുക്ക് ചെയ്യുന്ന സ്മെല്ലൊക്കെ വരുമ്പോഴത്തേനും അറിയാൻ പറ്റും റെഡി ആയോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ ഏകദേശം റെഡി ആയത്. അപ്പോൾ നമുക്ക് ബീഫിന്റെ വേറെ എന്തൊക്കെ ഐറ്റംസ് ആവുള്ളൂ? അതവിടെ നിന്ന് റെഡി ആവട്ടല്ലോ, സെറ്റ് ആവട്ടെ. നമുക്ക് ബീഫിന്റെ ഇതിന് ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഇതിന്റെ ബോൺലെസ് ബീഫ് എടുത്തിട്ട് ബോയിൽ ചെയ്ത ബീഫ് എടുത്ത് ജൂലിയനായിട്ട് കട്ട് ചെയ്ത് അത് ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള സാധനം, ക്രിസ്പി ആയിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ ഈ ബീഫ് തന്നെ ഈ സെയിം ആയിട്ടുള്ള ഈ ബീഫ് നമ്മുടെ ജൂലിയനായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ കട്ടിങ് എങ്ങനെയാണോ ചെയ്യാം, നീളത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കഴിക്കുന്നത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം അത് നമുക്ക് നല്ല മൂവിങ് ആണ്. മെയിനായി ബാറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഡിഷാണ്. അതിൻ്റെ മസാല വന്നിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇതൊക്കെ ചെയ്യുന്ന സെയിം മസാല തന്നെയാണ് ബീഫ് ഡ്രൈ ഫ്രൈ. അതായത് ബോയിൽ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് ജിഞ്ചർ ഗാർലിക്കൊക്കെ ചേർത്ത് ശകലം കോൺഫ്ലോർ മസാല, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മസാല സെയിം മസാല. അതായത് മല്ലിപ്പൊടി അങ്ങനെ ഇടത്തില്ല, കളർ ചിലപ്പോൾ ഫെയ്ഡ് ആവും എന്നുള്ളതുകൊണ്ട് മല്ലിപ്പൊടി വേണ്ട. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല മതി. ഇത്രയിട്ട് വെച്ച് കോൺഫ്ലോർ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കോൺഫ്ലോർ ലൈറ്റ് അടിച്ചേക്കുക. അപ്പോൾ കോട്ടിങ് നല്ലപോലെ പിടിക്കും. അപ്പോൾ ഇതിട്ടിട്ട് നമ്മുടെ ഓയിൽ ചൂടാക്കുക. കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ, പാം ഓയിലാണെങ്കിൽ എപ്പോഴത്തെ ഇതുപോലെ ഓയിൽ ചൂടാക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഓയിലിനകത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. കറുമുറാന്നിരിക്കുക നല്ല ഡിഷാണ്. അതിൻ്റെ കൂടെ സൈഡായിട്ട് ടൊമാറ്റോ സോസ് ആണെങ്കിലും കൊടുക്കാം. പിന്നെ നമ്മുടെ സ്ലൈസ് ഒനിയനോ എന്തെങ്കിലും വെച്ച് എങ്ങനെ വേണം നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ഡിഷാണ്. നമുക്ക് നല്ല മൂവിങ്ങുള്ള ഡിഷാണ്. ഒരു ദിവസം എങ്ങനെയായാലും ഒരു 8 പോർഷൻ എന്തായാലും നമുക്കിവിടെ സ്നാക്സ് ആയിട്ട് തന്നെ പോകുന്നു. പിന്നെ എല്ലാ റെസ്റ്റോറൻറ്റിലും പിന്നെ ഇപ്പോൾ ഫോറിനേഴ്സ് ഒത്തിരി പേര് ഇപ്പോൾ ജഡായി ടൂറിസ്റ്റിൻ്റെ ബേസിൽ ഫോറിനേഴ്സ് വന്നാലും അവർ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കൂടുതൽ കഴിക്കുന്നത്. അവർ വരുമ്പോഴത്തേനും നമ്മൾ സ്പൈസസ്, അതായത് സ്പൈസി ഒന്നുമില്ല, മസാല മാത്രം. പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നിലവിലുള്ള രാജ് അപ്പം നമുക്കിവിടെ ഈ ബീഫിൻ്റെ ഒരുപാട് വെറൈറ്റി ഡിഷ് നമുക്കുണ്ടല്ലേ? വേറെ എന്തൊക്കെ ഉണ്ട്? നമുക്ക് സ്റ്റീക്ക് ഉണ്ട്, സിസിലറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ തവയിൽ വെച്ചുള്ളത്. പിന്നെ ബീഫ് കൊണ്ടാട്ടം, സൗത്ത് ഇന്ത്യൻ മെയിൻ ഡിഷ്. കൊണ്ടാട്ടമൊക്കെ നല്ല കൊണ്ടാട്ടം അതൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മളെ ബീഫ് ഫ്രൈ, റോസ്റ്റ് മസാല,
പിന്നെ ബീഫ് കിഴി എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഡിഷ് ഉണ്ട്. ബീഫ് കിഴി? അതായത് നമ്മുടെ വാഴയില വെച്ച് പൊതിഞ്ഞ് സ്റ്റീം ചെയ്ത് പിന്നെ അത് തവയിൽ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് പൊറോട്ടയ്ക്കും ചപ്പാത്തിനും ചൂട് പൊറോട്ടയ്ക്കും നല്ലൊരു ഡിഷ് അതല്ലേ. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ആ സാധനം ബീഫ് കിഴി ഉണ്ടാക്കി നമ്മൾ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാം. കാരണം വീട്ടിലേക്ക് ഈ അമ്മമാരും അല്ലെങ്കിൽ നമ്മളെ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ നല്ല പാചകം ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇത് ഏറ്റവും രസം ഈ പ്രവാസ ലോകത്തുള്ള പ്രവാസ ലോകത്തിൽ നിന്നുള്ള ആളുകളൊക്കെയാണ്. അവരോട് നല്ല പാചകമൊക്കെ ചെയ്തിട്ട് നാട്ടിലെത്തുമ്പം ഈ ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ അവർ തന്നെ കൈകാര്യം ചെയ്യും. മിക്കവാറും ഞാനും ഒരു പകുതി ഈ പ്രവാസി ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നാട്ടിൽ വരുമ്പോൾ ഈ കിഴി കൊണ്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, കിഴി പൊറോട്ട പോലെ ഇപ്പോൾ കിഴി കൊണ്ട് ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, മട്ടനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് നമുക്ക് ഒത്തിരി ഗുണമായിരിക്കും കിഴി കൊണ്ടുള്ള കുറേ ഐറ്റംസ് അല്ലേ. അതിൻ്റെ കിഴി പൊറോട്ടയും കിഴി ചിക്കനും അല്ലെങ്കിൽ കിഴി കൊണ്ടുള്ള ബീഫും അത് മട്ടനുണ്ട്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇനി ഇതിൻ്റെ മണം അടിച്ച് ഗുമുഗുമാന്ന് കയറി നല്ല ചുമ വരും. അപ്പം അത് ആ ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യണം. അതിരിക്കട്ടെ, നമുക്ക് ഇത് നമുക്ക് എന്താ ഇതിനോട് കഴിക്കാൻ പറ്റും? നമുക്ക് പിന്നെ പൊറോട്ട ആയിരുന്നാലും ശരി, ഈശപ്പം, പൊറോട്ട, അപ്പം എല്ലാത്തിനും നമ്മുടെ കേരള റൈസിനൂടെ കഴിക്കാം. കപ്പ കപ്പ നല്ല കോമ്പിനേഷൻ. കപ്പ ബീഫ് പിന്നെ നല്ല കോമ്പിനേഷൻ. കപ്പ പുഴുങ്ങിയതായാലും ശരി, കറി വെച്ചാലും ശരി, നല്ല കോമ്പിനേഷൻ. ഓക്കെ. അപ്പം ബ്രെഡ് ആയിരുന്നെങ്കിൽ അപ്പം എന്തിനാ നമ്മുടെ സ്വന്തം ചക്കയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാം. നമുക്ക് അപ്പോഴും എന്താണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ കഴിക്കാം. ഒരു പ്രശ്നമില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത്തിരി സ്പൈസി കുറച്ചടിച്ച് കഴിഞ്ഞാൽ നല്ല ഡിഷാണ് കുട്ടികൾക്ക്. കണ്ടോ, നമുക്കിത് പകർന്നു വെക്കാനുള്ള പാത്രം നല്ല മനോഹരമായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചേക്കും. മൊത്തം ഇത് ശില്പങ്ങളാണല്ലേ. ഇത് നമ്മളെ തക്കാളി എടുത്ത് തൊലി, ഇത് ക്യാരറ്റ്, കുക്കുംബർ, ഇവിടെ ഒരു മല്ലിയിലയാന്ന് തോന്നുന്നു, നമ്മൾ സെലറി ലീവ്സാണ് കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളി വെച്ചേക്കുക. ഇതൊക്കെ ഈ ചിത്രപ്പണികളൊക്കെ എവിടെ പോയി പഠിച്ചു? ഇല്ല, നമ്മൾ ഓൾറെഡി കുക്കിങ്ങിൽ നിന്ന് കണ്ടു പഠിച്ചാണ്. ഒരേ ഷെഫുകാരെ കൂടെ എന്നൊക്കെ പഠിച്ചതാണ്. പ്രത്യേകിച്ച് കോഴ്സ് ഒന്നായിട്ട് പഠിച്ചല്ല പഠിച്ചാണ്. അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ആള് പുലിയാണ്. കോരി വയ്ക്കാം. തീർച്ചയായും ഇപ്പൊ സെർവ് ചെയ്യാം. നമുക്ക് ആയിട്ടുണ്ട്. ഇതിന്റെ മണം കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് കഴിക്കുന്നതിന് വയറാളെ ഒരു ഉപ്പട് വരുമോ? നമ്മൾ കൊതിവിട്ട് അങ്ങനെ ചിലപ്പം അതാ ഉദ്ദേശിച്ചത്, തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ട് കോരിട്ടോ അല്ലോടെ ഒരു നണി പോലും വെച്ചേക്കില്ല പ്രതികട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത്രയൊക്കെ ചിത്രപ്പണിയൊക്കെ ചെയ്ത് വെച്ചു. ഇനി ഇതിനകത്ത് വേറെ എന്ത് ഐറ്റംസ് വെക്കാവുള്ളൂ? നമുക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത ഓണിയനും വെച്ച് ഒരു ലൈം എഡ്ജൂടെ വെച്ച് കഴിഞ്ഞാൽ ഉഷാറായി. ഇപ്പം വെച്ചോ, ഇനി താമസം എന്തിനെ? നമ്മൾ സ്ലൈസ് ചെയ്ത ഓണിയൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഓക്കെ, ഒരു ലൈം കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഇത് ഡ്രൈ ബീഫ് പെപ്പർ ഫ്രൈ ബീഫ് പെപ്പർ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുണ്ടാക്കുന്ന വിധമെല്ലാം നമ്മുടെ ഈ എപ്പിസോഡിൽ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾ ഇവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഈ കൊല്ലം നമ്മുടെ MC റോഡിൽ യാത്ര ചെയ്യുമ്പോൾ രാജിലെത്തുക. ഇവിടെ ഈ ചേട്ടനോട് ആവശ്യപ്പെട്ടാൽ ഇത് ഗംഭീരമായിട്ട് റെഡിയാക്കി നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ഇല്ലയോ? തീർച്ചയായിട്ടും. ഒന്ന് ഉസാറായിട്ട് പറയുക. തീർച്ചയായിട്ടും. പ്രതികട്ടോ, ഇത് ബീഫിൻ പെപ്പർ ഫ്രൈ ഇതല്ലാതെ കൊണ്ടാട്ടം രൂപത്തിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ? കൊണ്ടാട്ടം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കൊണ്ടാട്ടം ഇതിന്റെ സെയിം ഇതിൽ നമ്മൾ തേങ്ങാക്കൊത്ത് അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ നമ്മൾ ക്യാപ്സിക്കം, അതായത് നമ്മുടെ ഓണിയനൊക്കെ സ്ലൈസ് ചെയ്തിട്ട് ഹാഫ് സോട്ട് ചെയ്തിട്ടിട്ട് പിന്നെ ക്രഷ് ചെയ്ത നമ്മുടെ റെഡ് ചില്ലി എല്ലാം കൂടെ ഇട്ട് കൊണ്ടാട്ടം പോലെ ഇട്ട് ലൈറ്റ് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കൊണ്ടാട്ടം പോലെ, അതായത് ഒരു ഗ്രേവിയാണ് എന്നാൽ ഗ്രേവി അല്ലാതെ ഒരു സെമി ഗ്രേവി ആയിട്ട് ആയിരിക്കും. അതും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഡിഷാണ്. അതും വേണമെങ്കിൽ നമുക്ക് സ്പൈസി ആയിട്ടും സ്പൈസി അല്ലാതെ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അല്ലാതാണെങ്കിൽ റോസ്റ്റും കറിയൊക്കെ അറിയാമല്ലോ നമ്മൾ സാധാരണ. അതായത് നമുക്ക് കുക്ക് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കൊണ്ടാട്ടം ഈ പറഞ്ഞ പോലെ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഈ ഇതിന് സോസൊക്കെ ആഡ് ചെയ്തില്ല, ചൈനീസിൻ്റെ ടേസ്റ്റ് വരത്തില്ല? ഇല്ല, ചൈനീസിൻ്റെ സോസ് ചേർക്കണമെങ്കിൽ നമ്മളെ ഇതിൻ്റെ തന്നെ ഡ്രാഗൺ ബീഫ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമ്മൾ കോട്ട് ചെയ്ത് അതിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും എല്ലാം ഇട്ട് നമ്മൾ ഡ്രാഗൺ ചിക്കൻ ചെയ്യുമ്പോൾ തന്നെ കോട്ടിങ് വേറെ ഡിഫറെൻ്റ് ആയിട്ട് കട്ട് ചെയ്ത് ആ സെയിം സാധനം തന്നെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ബീഫിൻ്റെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഡ്രാഗണൊക്കെ വരുമ്പോഴത്തേന് ബോൺലെസ് ആയിരിക്കണം ബീഫ്. അതായത് എല്ലില്ലാത്ത പീസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലില്ല ഉള്ള പീസിലോ അല്ല എങ്ങനെയാണോ നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ബീഫ് ബോയിൽ ആവുന്നുള്ളൊരു സമയം, കുക്കാവുള്ളൊരു സമയം. ഡയറക്റ്റ് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇത് കുക്കായി കഴിയാൻ ഒത്തിരി ടൈം എടുക്കും. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഒരു 4-5 വിസിലാകുമ്പോഴത്തേന് ബീഫ് ഓൾറെഡി റെഡിയായി. പിന്നെ എൻ്റെ പരുവം നോക്കി വേണം എടുക്കാൻ. ബീഫ് ചിലപ്പം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടറായിട്ടാണ് ഈ സാധനം പോകുന്നത്. പിന്നെ സൈഡായിട്ട് നമുക്ക് പൊറോട്ടയുടെ ചപ്പാത്തിയുടെ നമ്മുടെ കേരള റൈസിൻ്റെ കൂടെ എന്തിനാണ് കഴിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കപ്പയുടെ കൂടെ സുഖമായിട്ട് കഴിക്കും. നമ്മുടെ ചക്കയുടെ കൂടെ എല്ലാത്തിനും കഴിക്കാം. തീർച്ചയായും നല്ല ഡിഷാണ്. അപ്പോൾ നമുക്ക് ചോറായാലും കപ്പയായാലും പിന്നെ നമ്മുടെ പുഴുക്കുകളായാലും അല്ലേ, ചക്കയായാലും എന്ന് വേണ്ട പുട്ടും ഇഡ്ഡലി അല്ല പുട്ടും
അപ്പവും വീശപ്പവും അങ്ങനെ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒന്നാന്തരം കറി ഡിഷാണ്. തീർച്ചയായും. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ വ്യത്യസ്തമായ മറ്റൊരു രുചിക്കൂട്ടുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.